വാ ഏട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാം. എടാ സത്യ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാം. നീ ഒന്ന് എണീറ്റേ വാ ഇന്ദിര. സോനെ വാ 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 വാടി വാ, എൻ്റെ അടുത്ത് വന്ന് നിൽക്കേ. സത്യം നീ ഇങ്ങോട്ട് നിൽക്കടാ. ആ നീ ഇങ്ങോട്ട് നിൽക്കേ. ശ്യാമേ നീ ഒന്ന് എടുത്താടാ. ആ അപ്പോ ഫോട്ടോയിൽ ശ്യാമേട്ടൻ വേണ്ടേ? നിങ്ങൾ അമ്മയും മക്കളെ നിൽക്കും, മരുമക്കള് രണ്ടാമതല്ലേ? ആ നിങ്ങക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ ഇതെടുക്കാം. ഇനി മതി, ശ്യാമേട്ടും കൂടി നിന്നൊരു സെൽഫി എടുക്കാം. ആ ഞാൻ മതിയോ? അപ്പോ അനുചേച്ചി വേണ്ടേ? നീ വന്ന് നിക്കന്റെ ശ്യാമേ, അവള് കുടുംബത്തിൽ ചേരാത്തവളാ. പോയി നിക്കുന്ന കണ്ടില്ലേ? ഇനി എല്ലാവരും കൂടി നിന്നുള്ളൊരു സെൽഫി എടുക്കാം. ഞാൻ ഏട്ടത്തെ വിളിച്ചോണ്ട് വരാം. ഏട്ടത്തിയോടൊപ്പം നിന്നേ, നീ അങ്ങ് എടുത്താ മതി കേട്ടല്ലോ. എന്നെ നോക്കണ്ട. നോക്ക് വെച്ചിട്ടാ, അങ്ങോട്ട് നോക്ക്. അമ്മ എന്താ ഇത്? അല്ലാതെ പിന്നെ അവൾ ഇതിനൊക്കെ ആനയിച്ച് കൊണ്ടുവരണോ? പോയി പണി നോക്കാൻ പറയടി. അമ്മ ആവുന്ന പോലെയൊക്കെ നോക്കുന്നുണ്ട്, നീ അതൊന്നും കാര്യാക്കണ്ട. വേറെന്ത് ചെയ്യാൻ പറ്റും? കായലിന്റെ നടുവിലായിപ്പോയില്ലേ. അല്ലെങ്കിൽ ഞാൻ മോനെ കൊണ്ട് ഇറങ്ങിപ്പോയനെ. വിടാനു, ഇനി അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല. നീ വാ, കുറച്ചേരം അവിടെ പോയി ഇരിക്കാം. വാ, ഇവിടെ ഇരിക്കണ്ട. എന്താ, ഞാൻ കാലി ചാടി ചത്തുള്ളെന്ന് പേടിയുണ്ടോ? ആ പേടി എന്തായാലും വേണ്ട. അനുപമ എന്തായാലും സൂയിസൈഡ് ഒന്നും ചെയ്തു. പിന്നെ നിങ്ങളുടെ അമ്മ എന്നെ കായലിൽ തള്ളി കൊല്ലാതെ നോക്കിയാൽ മതി. വാ. ഇങ്ങോട്ടല്ലേ. ആമി, മോളെ, മോൾക്കിപ്പോ എങ്ങനെയുണ്ട് ആമി? നല്ല വ്യത്യാസമുണ്ട്. മരുന്നും ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? ഉണ്ടച്ഛാ. അച്ഛൻ എന്നാ വീട്ടിലേക്ക് വരണേ? ഞാൻ ഉടനെ വരാം മോളെ. ആമി, നീ ഇപ്പോ ജോലിക്ക് പോകുന്നുണ്ടോ ആമി? ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് വരാനിറങ്ങിയപ്പോ മാഷും ദാസങ്ങളും വന്നിരുന്നു. രഘുവേട്ടൻ തന്നുവിട്ട 25 ലക്ഷം രൂപയുടെ ചെക്ക് അവര് കൊണ്ടുവന്ന് തന്നു. ലക്ഷം രൂപയുടെ ചെക്കോ? അതെ, നമ്മുടെ കഷ്ടപ്പാട് കണ്ട് സങ്കടം തോന്നിയിട്ടാവും അവരത് തന്നത്. ഒരിക്കൽ രഘുവേട്ടൻ പണം തരാന്ന് പറഞ്ഞതാ. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇപ്പൊ പിന്നെ മാഷും ദാസങ്ങളും കൂടി വന്ന് നിർബന്ധിച്ചപ്പോ ഞാനതങ്ങ് വാങ്ങി. അങ്ങനെ നിർബന്ധിച്ച് നിന്റെ കയ്യിൽ 25 ലക്ഷം രൂപയുടെ ചെക്ക് തരണമെങ്കിൽ എന്റെ സ്വർണം ആ രഘുവിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ആമി. അവൻ അതിൽ നിന്ന് കുറച്ച് പിച്ചക്കാശ് തന്ന് തടി ഊരാൻ നോക്കുക.